ഹായ് ഫ്രണ്ട്സ്, നിങ്ങളാരെങ്കിലും കോറൽ പ്ലാന്റേഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ കോറൽ പ്ലാന്റേഷൻ ഉള്ളത് ഐലൻഡിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാറിയാണ്. അപ്പോൾ നമുക്ക് കോറൽ പ്ലാന്റേഷന് മുന്നേ തന്നെ എന്താണ് കോറൽസ് എന്ന് നമുക്ക് നോക്കാം. കോറൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ചെറു പോളിപ്പുകൾ അവയ്ക്ക് ചുറ്റും ഉണ്ടാക്കുന്ന എക്സോസ്കെലറ്റനാണ് കോറൽസ്. നമ്മുടെ ഭൂമിയുടെ 72% കടലാണ്. അപ്പോൾ കടലിൻ്റെ വെറും 1% മാത്രമാണ് കോറൽസ് വസിക്കുന്നുള്ളൂ. 100 കോടി വരുന്ന മനുഷ്യരും ഏകദേശം ഒരു 25% വരുന്ന മറൈൻ ലൈഫും കോറൽസിനെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. ലക്ഷദ്വീപ് ഉത്ഭവിക്കാൻ കാരണം തന്നെ കോറൽസ് ആണ്. ഇവിടുത്തെ ഒരു 1% ആളുകൾ തന്നെ മത്സ്യബന്ധനത്തെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഗ്ലോബൽ വാർമിംഗ് കാരണം ഉണ്ടാകുന്ന നമ്മുടെ ടെമ്പറേച്ചറിൻ്റെ ഉയർച്ച നമ്മുടെ കോറൽസിന് വൻ ഭീഷണിയാണ്. 2014-നും 2017-നും ഇടയ്ക്കുണ്ടായ ബ്ലീച്ചിങ് ഇവൻറ്റുകൾ ഓസ്ട്രേലിയയിലെ ഗ്രേറ്റ് ബാരിയർ റീഫിന് വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇവ തിരിച്ച് പഴയപടിയാവാൻ ഏകദേശം 15 മുതൽ 20 വർഷം വരെ എടുക്കുമെന്നാണ് പഠന റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഇതുപോലൊരു ഇവൻ്റ് നമ്മുടെ ലക്ഷദ്വീപിലുണ്ടായിക്കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെയായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുക. 97% കടൽ തിരമാലകളുടെ എനർജി അബ്സോർബ് ചെയ്യുന്നത് അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ കോറൽസാണ്. അപ്പോൾ കോറൽസിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. വെറും ഒരു 2 ഡിഗ്രി അല്ലെങ്കിൽ 1.5 ഡിഗ്രീസ് നമ്മുടെ വെള്ളത്തിൻ്റെ താപനില കൂടിക്കഴിഞ്ഞാൽ കോറൽസിനെ ഇത് അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഗ്ലോബൽ വാർമിംഗ് കോറൽസിനെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ കോറൽ ബ്ലീച്ചിങ് ഇവൻറ്റുകൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനെയൊക്കെ തരണം ചെയ്യാനായിട്ട് നമ്മുടെ കുറച്ച് സയൻറ്റിസ്റ്റും കുറച്ച് ഓർഗനൈസേഷൻസും കൂടി ഒരു പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതാണ് കോറൽ ഫാമിംഗ് എന്ന് പറഞ്ഞത്. കോറൽ ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഓൾറെഡി ഉള്ള നേറ്റീവ് സ്പീഷീസ് കോറൽസിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് മുറിച്ച് ഒന്നല്ലെങ്കിൽ നമ്മുടെ സീബെഡിൽ തന്നെ പ്ലേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ അക്വേറിയങ്ങളിൽ പ്ലേസ് ചെയ്ത് കുറച്ച് വലുതാക്കിയതിന് ശേഷം അവയെ തിരിച്ച് അഫക്റ്റഡ് ആയിട്ടുള്ള, അതായത് കൂടുതൽ കോറൽ ഡാമേജ് ഉള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ബ്ലീച്ചിങ് ഉള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റി നടുന്നു. ഇങ്ങനെ മാറ്റി നടുമ്പോൾ നമ്മൾ അവിടുത്തെ എക്കോസിസ്റ്റത്തിനെ റീസ്റ്റോർ ചെയ്യാൻ, പഴയപോലെയാക്കാൻ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം ഞങ്ങളുടെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ ഇനിയും ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക.